നമുക്കിനി ടൂൾ ബോക്സിന്റെ ഉള്ളിലെ ഓരോ ടൂളിനെയും ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി ഓവൽ ടൂൾ, ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഇത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിന്റിൽ നിന്നും ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഷിഫ്റ്റ് കീയിൽ, കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കാൻ സാധിക്കുന്നു. എന്നാൽ ഷിഫ്റ്റിൽ നിന്നും ഉപയോഗിക്കാതെ വച്ചു കഴിഞ്ഞാൽ ഓവൽ ആകൃതിയിലോ ഏത് ഷേപ്പിലോ നമുക്ക് ഒരു ഓവൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ഔട്ട്ലൈൻ ബ്ലൂ കളറിലും അതുപോലെ തന്നെ ഇതിന്റെ ഫില്ല് ചെയ്തിരിക്കുന്ന പോർഷൻ ഗ്രീൻ കളറിലും വന്നിരിക്കുന്നു. നമുക്കിവിടെ തന്നെ സ്ട്രോക്ക് കളർ അതുപോലെ തന്നെ ഫിൽ കളർ എന്ന രണ്ട് കളേഴ്സ് ഉണ്ട്. ഇവിടെ നിന്നും സ്ട്രോക്ക് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴത്ത് ശ്രദ്ധിക്കുക, നോ കളർ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഓവൽ ആകൃതി അല്ലെങ്കിൽ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല, ഔട്ട്ലൈൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ നമുക്ക് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ആക്റ്റീവ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രോക്ക് കളറിനെ ഈ കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും ഏത് കളറിനെ വേണമെങ്കിലും സ്ട്രോക്ക് കളർ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫില്ല് ചെയ്യേണ്ട കളറും ഏത് കളറാണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇനി നമുക്കൊന്ന് വരച്ചു നോക്കാം. മറ്റൊരു ഓപ്ഷൻ, നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി, ഒരു ഓവലിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്നും ആരോ ടൂൾ ഉപയോഗിക്കാം. ആരോ ടൂൾ ഉപയോഗിച്ച് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഒരു കളറുള്ള ഔട്ട്ലൈൻ ആയതിനാൽ ഔട്ട്ലൈൻ മാത്രം സെലക്ട് ചെയ്യുന്നു. എന്നാൽ ഈ ഒബ്ജക്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് അതിന്റെ ഫില്ലും സ്ട്രോക്കും മുഴുവനോടുകൂടി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിതിനെ ഈ രീതിയിൽ സ്റ്റേജിന്റെ ഏത് വശത്തേക്കും നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ, നമുക്ക് സെലക്ട് ചെയ്യാതെ കൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റിൽ അതിന്റെ സ്ട്രോക്ക് പോയിന്റിൽ ഡ്രാഗ് ചെയ്താൽ ഇതിനെ വളരെ ഫ്ലെക്സിബിളോടുകൂടി നമുക്ക് വളയ്ക്കുവാനും ചരിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് സബ് സെലക്ഷൻ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്താൽ അതിന്റെ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ നോഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ നോഡുകൾ വീണ്ടും സെലക്ട് ചെയ്താൽ വീണ്ടും ഇതിനെ എഡിറ്റ് ചെയ്യുവാനായിട്ടുള്ള കർവുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ രീതിയിൽ മൂവ് ചെയ്തും കർവുകളിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഷേപ്പിനെ വീണ്ടും എഡിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ആരോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഔട്ട്ലൈൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്ന കളറിനെ ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി ഫില്ല് ചെയ്തിരിക്കുന്ന ഇവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇപ്പോൾ ഒരു കളർ ആയതുകൊണ്ട് കംപ്ലീറ്റ് സെലക്ഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്നും റിമൂവ് ചെയ്യുകയാണ്. മറ്റൊരു രീതിയിൽ നമുക്ക് ആരോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്യേണ്ട പോർഷൻ മാത്രം ആരോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവിടെ ഇത്രയും പോർഷനെ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്കിതിനെ മൂവ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അടുത്ത ടൂള് ലൈൻ ടൂളിനെ നമുക്ക് പരിചയപ്പെടാം. സാധാരണ ലൈൻ വരയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ലൈൻ ടൂൾ. നമുക്ക് ലൈൻ വരയ്ക്കേണ്ട സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇതിന്റെ എൻഡ് പോയിന്റിൽ മൗസിൽ നിന്നും റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ സ്ട്രോക്കിന്റെ കളർ അനുസരിച്ച് ഒരു ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനെ നമുക്ക് ഏത് ആംഗിളിലേക്കും ലൈൻ വരയ്ക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ലാസോ ടൂൾ എന്ന ടൂൾ എന്താണെന്ന് ശ്രദ്ധിക്കാം. ലാസോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഏരിയയെ മാത്രമായി സെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഏരിയ മാത്രം നമുക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് റിമൂവ് ചെയ്യുകയോ മൂവ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇവിടെ പെൻ ടൂൾ എന്താണെന്ന് ശ്രദ്ധിക്കാം. പെൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഓവൽ ആകൃതിയിൽ ഇതേ രീതിയിൽ കർവായി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു ഡ്രോയിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
അതിനുശേഷം സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നമ്മുടെ പെൻ ടൂൾ പോയിന്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു 0 സിമ്പൽ കൂടി കാണാൻ സാധിക്കും. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒബ്ജക്റ്റ് ഫില്ല് ചെയ്യുന്നു. ഈ രീതിയിൽ ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കളറിനെ ഇതിന്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുവാനും മറ്റും സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ നിന്നും ഇതിനെ ഫില്ല് ചെയ്യുന്ന നോക്കുക, ഇവിടെ നമുക്ക് പെയിന്റ് ബക്കറ്റ് എന്ന ഒരു ടൂൾ തന്നിട്ടുണ്ട്. ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു കളറിനെ ഫില്ല് ചെയ്യുവാൻ വേണ്ടി സെലക്ട് ചെയ്യാം. വീണ്ടും പെയിന്റ് ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഇൻസൈഡ് മാത്രമായി ഫില്ല് ചെയ്യുന്നു. ഇതേ രീതിയിൽ തന്നെ സ്ട്രോക്ക് കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇങ്ക് ബോട്ടിൽ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ സ്ട്രോക്കിന് സെലക്ട് ചെയ്ത സ്ട്രോക്ക് കളർ ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഡ്രോയിങ് ചെയ്യുവാനായി പെൻസിൽ ടൂൾ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. സാധാരണ ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യുവാൻ വേണ്ടി പെൻസിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ സ്ട്രോക്ക് കളർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ രീതിയിൽ ഡ്രോയിങ് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, വളരെ സ്മൂത്ത് ആയിട്ട് കർവോട് കൂടി ഡ്രോയിങ് ചെയ്താലും ഇത് ഒരു ലൈൻ ബേസിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് കാണുവാൻ സാധിക്കും. പെൻസിൽ ടൂളിന്റെ തന്നെ സബ് കമാൻഡ്സ് പെൻസിൽ മോഡിൽ നിന്നും സ്ട്രെയിറ്റൻ, സ്മൂത്ത്, ഇങ്ക് എന്ന 3 മോഡുകൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ സ്ട്രെയിറ്റൻ എന്ന മോഡ് സെലക്ട് ചെയ്താണ് നമ്മൾ ഡ്രോയിങ് ചെയ്തത്. അടുത്തതായിട്ട് സ്മൂത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ഡ്രോയിങ് ചെയ്ത് നോക്കാം. നോക്കുക, വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഈ ഡ്രോയിങ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഇങ്ക് എന്ന മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വരച്ചു നോക്കാം. ശ്രദ്ധിക്കുക, പോയിന്റ്സ് ഒക്കെ വളരെ ഷാർപ്പായി തന്നെ ഇവിടെ വരുന്നത് കാണുവാൻ സാധിക്കും. വീണ്ടും ബ്രഷ് ടൂൾ എന്താണെന്ന് ശ്രദ്ധിക്കാം. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക, ബ്രഷ് മോഡിൽ നിന്നും പെയിന്റ് നോർമൽ എന്ന മോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ബ്രഷ് സൈസ് നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈസിനെ സെലക്ട് ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ ബ്രഷ് ഷേപ്പ്, നമുക്ക് പല രീതിയിലുള്ള ഷേപ്പുകൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത കളറിൽ നമുക്കിവിടെ ഒരു ബ്രഷ് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഷേപ്പിലും സൈസിലും അനുസരിച്ചാണ് ഇവിടെ ഈ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ പഠിക്കാം. അതിനു മുമ്പായി എഡിറ്റിൽ നിന്നും സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റേജിലെ എല്ലാ ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് പ്രസ് ചെയ്ത് അതിനെ ഡിലീറ്റ് ചെയ്യുന്നു. വീണ്ടും നമുക്കിവിടെ ഒരു ഓവൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ നിന്നും ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ ബ്രഷ് മോഡിൽ നിന്നും പെയിന്റ് ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് ഫിൽ കളറിനെ മറ്റൊരു കളറായി ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്കിനി ഇതിന്റെ ഷേപ്പ് സെലക്ട് ചെയ്ത് നമുക്കിവിടെ ഒന്ന് പെയിന്റ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഫില്ല് ചെയ്തിരിക്കുന്ന പോർഷനിലും എന്നാൽ ഇവിടെ സ്ട്രോക്കിൽ യാതൊരുവിധ ചേഞ്ചസും വന്നിട്ടില്ല. മറ്റൊരു ഓപ്ഷൻ പെയിന്റ് ബിഹൈൻഡ് എന്ന ഓപ്ഷനാണ്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു കളറിനെ സെലക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് പെയിന്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്ട്സിന്റെ ബാക്കിലായിട്ടാണ് ഈ പെയിന്റിംഗ് വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ പെയിന്റ് സെലക്ഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെലക്ട് ചെയ്ത പോർഷനിലേക്ക് മാത്രമായിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാം. പെയിന്റ് സെലക്ഷൻ നോക്കുക, സെലക്ഷന്റെ ഔട്ട്സൈഡിലും നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ പെയിന്റ് ചെയ്തതായി ഡിസ്പ്ലേ ചെയ്യുന്നില്ല. മറ്റൊരു ഓപ്ഷൻ
പെയിന്റ് ഇൻസൈഡ് എന്ന ഓപ്ഷനാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക, ഒരു ഒബ്ജക്റ്റിന്റെ മുകളിലായി ഇവിടെ യാതൊരുവിധ പെയിന്റിങ്ങും വരുന്നില്ല. എന്നാൽ ബ്ലാങ്ക് ആയിട്ടുള്ള പോർഷനിൽ മാത്രമാണ് ഇവിടെ പെയിന്റിങ് നടക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ബ്രഷ് ടൂൾ സെലക്ട് ചെയ്താൽ ഇതിന്റെ സൈസിനെയും ഷേപ്പിനെയും അതുപോലെ തന്നെ ബ്രഷിന്റെ മോഡിനെയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പെയിന്റിംഗ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഇറേസർ ടൂളിനെ പരിചയപ്പെടാം. പെയിന്റ് ചെയ്ത അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ, അതിന്റെ കളറിനെ, ഔട്ട്ലൈനെ ഇറേസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ടൂളും സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ ഷേപ്പ്, പല രീതിയിലുള്ള ഷേപ്പ് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഇറേസറിന്റെ മോഡ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നോർമൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇറേസ് ചെയ്യുന്ന എല്ലാ പോർഷനിലും ആ എഫക്റ്റ് ലഭിക്കുന്നതാണ്. എന്നാൽ ഇറേസ് ഫിൽ എന്ന എഫക്റ്റ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോയിങ്ങിന്റെ ഫില്ല് ചെയ്തിരിക്കുന്ന കളറിനെ മാത്രമായിരിക്കും ഇറേസ് ചെയ്യുന്നത്. അതുപോലെ ഇറേസ് ലൈൻസ് സെലക്ട് ചെയ്താൽ സ്ട്രോക്കിനെ മാത്രമായിരിക്കും ഇറേസ് ചെയ്യുന്നത്. ഇറേസ് സെലക്ടഡ് ഫിൽസ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫിൽ കളറിനെ മാത്രമായിരിക്കും ഇറേസ് ചെയ്യുന്നത്. അതുപോലെ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇറേസ് ഇൻസൈഡ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഇൻസൈഡ് കളേഴ്സിനെ മാത്രമായിരിക്കും ഇറേസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഇറേസ് ലൈൻസ് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഇറേസ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇത്രയും പോർഷനിലെ സ്ട്രോക്ക് അല്ലെങ്കിൽ ലൈൻ മാത്രമാണ് ഇവിടെ ഇറേസ് ആയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല കളറുകൾ സെലക്ട് ചെയ്ത് പല രീതിയിലുള്ള കളർ കൊണ്ടാണ് ഈ രീതിയിൽ ഒരു ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ 4-5 കളറുകൾ കാണുവാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്നും വീണ്ടും ഈ കളറിൽ ഒരു ഡ്രോയിങ് ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കളറിൽ ഡ്രോയിങ് ചെയ്യുവാൻ വേണ്ടി കൃത്യമായ രീതിയിൽ ഫിൽ കളറിൽ നിന്നും ആ കളർ സെലക്ട് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. നോക്കുക, വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് ഇവിടെ നോക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കളറിനെ സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് ഇവിടെ ഐ ഡ്രോപ്പർ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് കളറാണോ സെലക്ട് ചെയ്യേണ്ടത് ആ കളറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ കളറ് മാറിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കളറിൽ സ്റ്റേജിൽ നിന്നും സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഫിൽ കളറിലേക്ക്